ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 42-ാം അധ്യായം വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ദൈവം അതിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. ദൈവത്തിന് സ്വത്രം. 42-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്വത്രം 8-ാം വാക്യം വായിക്കാം. 42-ന്റെ 8-ാം വാക്യം. ആകയാൽ നിങ്ങൾ 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. അടുത്ത്, എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച്. ഞാൻ ഇയ്യോബിന്റെ മുഖം എന്ത് ചെയ്യും? ആദരിക്കും. ഇയ്യോബിന്റെ മുഖം എന്ത് ചെയ്യും? ആദരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം ഇയ്യോബ് ആരാണ്, എത്രമാത്രം കഷ്ടതയുണ്ട്, എത്രമാത്രം വേദനയുണ്ട്, എത്രമാത്രം ഒറ്റപ്പെടൽ അനുഭവിച്ച മനുഷ്യനാണ്. എല്ലാവരും തള്ളിക്കളഞ്ഞ് മാറിപ്പോയ മനുഷ്യനാണ്. ആയിരങ്ങളെ സ്വത്രം അനുഗ്രഹിച്ച, നന്മ കൊടുത്ത, സ്നേഹിച്ച, കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ് ആര്? ഇയ്യോബ്. പക്ഷെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? കൈവിട്ടു. പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? കൈവിട്ടു. പ്രതികൂലം വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? കൈവിട്ടു. ശോധന വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? കൈവിട്ടു. എല്ലാവരും മാറി. അപ്പോഴും മാറാത്തൊരു ദൈവം, മറക്കാത്തൊരു ദൈവം, മയങ്ങാത്തൊരു ദൈവം, ഉറങ്ങാത്ത ദൈവം, ഈ ഇയ്യോബിന് വേണ്ടി സ്വർഗത്തിൽ കൂടിയാലോചന കഴിച്ച ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിനകത്തിരിക്കുന്നവർ പല വ്യത്യസ്തമായ വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എൻ്റെ ഹൃദയം ആര് കാണും? എൻ്റെ വേദന ആര് കാണും? എൻ്റെ ദുഃഖം ആര് കാണും? എൻ്റെ ഞെരുക്കം ആര് കാണും? എൻ്റെ വേദന ആരോട് പറഞ്ഞാൽ മനസ്സിലാകും? അയ്യോ, എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ, എൻ്റെ ഹൃദയം ഒന്ന് അറിഞ്ഞെങ്കിൽ, എൻ്റെ അവസ്ഥ ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്ന് അനേകർ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറയാം, മനുഷ്യൻ നേരത്തെ നമ്മൾ കേട്ടു 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിനകത്ത് മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. മനുഷ്യൻ പൊക്കവും വണ്ണവും കഴിവും പഠിത്തവും പണവും പക്വതയും പദവിയും ജ്ഞാനവും നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അകത്തുള്ള ഹൃദയത്തെ, എത്രയൊക്കെ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആദിയെ, നമ്മുടെ അകത്ത് ആളിക്കത്തുന്ന തീ, നമ്മുടെ ഹൃദയത്തിനകത്ത് ചില സന്ദർഭങ്ങൾ ആളിക്കത്താറുണ്ട്. നിങ്ങൾക്ക് അനുഭവിക്കാറുണ്ടോ? ഇതിനകത്തൊരു ആളിക്കത്തുന്ന തീ. അത് അടുത്തിരിക്കുന്ന മനുഷ്യന് മനസ്സിലാകത്തില്ല, അടുത്ത് കിടക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, കൂടെ ഇരിക്കുന്നവർക്ക്, കൂടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഇതിനകത്ത് ഒരു തീ ചിലർക്ക് ആളിക്കത്തും. അപ്പോഴും ഞാൻ വിളിച്ചു പറയാം, ഈ ആളിക്കത്തുന്ന തീയുടെ ആ കാഠിന്യം എത്രയെന്ന് അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇന്ന് ഇതിനകത്ത്, ഈ ആലയത്തിനകത്ത് ചില മക്കളെ നോക്കി പറയുകയാണ്, മോളെ ഞാൻ നിന്നെ ആദരിക്കും കേട്ടോ. ഇന്നത്തെ ഈ ശോധനയിലൂടെ നീ പോകുമ്പോൾ എൻ്റെ ശോധന ആരും കണ്ടില്ലല്ലോ, എൻ്റെ വേദന ആരും കാണുന്നില്ലല്ലോ, എൻ്റെ ഭാരം ആരും കാണുന്നില്ലല്ലോ, എൻ്റെ ദുഃഖം ആരും കാണുന്നില്ലല്ലോ, എൻ്റെ ഹൃദയം പൊട്ടുന്ന അവസ്ഥ ആരും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്റെ ശോധന അളക്കുന്ന ദൈവം, ഭാരം അളക്കുന്ന ദൈവം, ദുഃഖം അളക്കുന്ന ദൈവം, കണ്ണുനീർ അളക്കുന്ന ദൈവം, ഞരക്കം അളക്കുന്ന ദൈവം, പ്രതികൂലങ്ങളെ ഉടക്കുന്ന ദൈവം ഇന്ന് ഓരോ മക്കളോട് പറയണം, മക്കളെ ഞാൻ നിന്റെ വേദന അളന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ നിന്റെ മുഖം നോക്കുമ്പോൾ ഞാൻ നിന്റെ ഹൃദയം കാണൂ. മനുഷ്യൻ നിന്റെ മുഖം നോക്കുമ്പോൾ ഞാൻ നിന്റെ ഹൃദയം അറിയും. നീ പുറത്തു പോലും പറയാൻ പറ്റാതെ, നീ രാത്രിയും പകലും ദുഃഖം കൊണ്ട് തല ഉയർത്താൻ പറ്റാതെ നീ കമന്നിരിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, രാത്രി ഉറക്കമില്ല, പകൽ ഉറക്കമില്ല, എന്തായിരിക്കും സ്ഥിതിയെന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നീ പൊട്ടി തകരുമ്പോഴും നിന്റെ കൂടെ അടുത്ത് നിന്ന് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം മാർവോട് അணைப்பாரே மனக்கவலை தீர்ப்பாரே மார்வோடு அணைப்பாரே மனக்கவலை தீர்ப்பாரே ஒரு தேற்றுவது போல் എന്നീസം தேற்றுவார் ஒரு தேற்றுவது போல் എന്നീസം தேற்றுவார். ஹalleluya
ഒരമ്മയേക്കാൾ അധികമായി, ഒരപ്പനേക്കാൾ അധികമായി നമ്മൾ അടുത്ത് നിന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ, ഭാരത്തോടെയുള്ള ഒരുപാട് ഒരു തിരിപ്പുണ്ട്. ഞാൻ പറയാം, ഈ ദുഃഖമെല്ലാം സന്തോഷമായി മാറും, ഈ ദുഃഖമെല്ലാം ആനന്ദമായി മാറും. ഇന്നത്തെ ഈ ദുഃഖം കണ്ട് പേടിക്കരുത്. വരുന്ന നാളിൽ ലോകം പറയും, നീ തീർന്നെന്നേ ലോകം പറയും. ഇല്ല ഇല്ല, തീർന്നിട്ടില്ല. നീ തീർന്നെന്ന് ലോകം പറയും. ഇല്ല ഇല്ല, നീ കുറിച്ച് വെച്ചോ, തീർന്നിട്ടില്ല. ഓ, മനുഷ്യൻ നിന്നെ നോക്കിയിട്ട് പറയും തീർന്നെന്ന് പറയും. ഇല്ല, നീ ഇനി രക്ഷപ്പെടുകയില്ലെന്ന് പറയുമ്പോ എൻ്റെ അപ്പ പറയുന്നത് അങ്ങനെ അല്ല, അങ്ങനെ അല്ല, അങ്ങനെയല്ല, 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 അങ്ങനെയല്ല. യേശപ്പ് പറയും, ഞാൻ നിന്നെ ഐശ്വര്യമായി, ഞാൻ നിന്നെ ഐശ്വര്യമായി, ഞാൻ നിന്നെ ഐശ്വര്യമായി, ഞാൻ നിന്നെ ഐശ്വര്യമായി, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ജീസസ്, ഹല്ലേലൂയ. ലോകം പറഞ്ഞ് ഇനി ഒരിക്കലും രക്ഷപ്പെടൂല. നീ പറയില്ല, നീ എൻ്റെ പിള്ളയാ, ഞാൻ നിന്നെ കാണുന്നുണ്ട്, നിന്റെ അവസ്ഥകളെല്ലാം അറിയുന്നുണ്ട്, നിന്റെ സാഹചര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഈ സാഹചര്യം എന്നും നിലനിൽക്കത്തില്ല. ഈ തീച്ചുളക്കകത്തും എൻ്റെ പ്രകാശം നിന്റെ മുകളിലുണ്ട്, എൻ്റെ പ്രകാശം നിന്റെ മുകളിലുണ്ട്. നീ തീച്ചുള്ളിലൂടെ പോകുന്നത്, പക്ഷേ അതിൻ്റെ നടുവിലൊരു പ്രകാശമുണ്ട്. ആ ഇരുട്ടത്തൂടെ നടക്കപ്പെടും നിന്നെ നടത്തുന്ന ഒരു സത്യം. ഓഹോ, എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീക്കകത്തൂടെ നടക്കുമ്പോഴും ചില കാറ്റുകൾ ചില മക്കളെ തൊടുമ്പോൾ തകർക്കുന്നൊരു കാറ്റായിരിക്കും. പക്ഷെ ആ കാറ്റിൻ്റെ നടുവിൽ ഞാൻ പറയട്ടെ, ഒരു റിസൾട്ടുണ്ട്, ഒരു റിസൾട്ടുണ്ട്, ഒരു റിസൾട്ടുണ്ട്. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്ലസ് 2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഡിഗ്രി തലങ്ങൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാമുണ്ട്, എക്സാമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ പരീക്ഷ ഏത് പരീക്ഷ? ക്രിസ്മസ് മൂലൻ. ഈശാന മൂലൻ വരുമ്പോൾ എല്ലാം തീർന്നെന്നേ മനുഷ്യൻ വിചാരിക്കുള്ളൂ. പക്ഷെ ഈശാന മൂലൻ കഴിഞ്ഞാൽ പഠിച്ച് കർത്താവിൽ നിറഞ്ഞ് പരീക്ഷ എഴുതിയ കുഞ്ഞ്, ഈട നീ ഈശാന മൂലൻ അടിച്ചാലും അപ്പുറത്ത് ഒരു കല അവന്റെ ശക്തിയാൽ നിറഞ്ഞ്, ഓ ആമേൻ, 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 നല്ല മാർക്കോടെ, ഓ ആമേൻ, ഈശാന മൂലനെ മുറിച്ചവര് പുറത്തു വരും. ഈശാന മൂലൻ കാറ്റുണ്ട് പരീക്ഷയ്ക്ക് മുമ്പല്ലേ? ഫൈനൽ എക്സാമിന് മുമ്പ് ഒരു ഈശാന മൂലൻ ഉണ്ട്, ഉണ്ടല്ലോ. ഇതെല്ലാം വരും. എന്തിനറിയാമോ? ഒരു വിജയത്തിന് മുമ്പ് ഇതെല്ലാം ഉണ്ട്. ഒരു വൻ വിജയത്തിന് മുൻപ്, ഒരു വലിയൊരു വിജയത്തിന് മുമ്പ്, നിന്റെ ഒരു വലിയ വിജയത്തിന് മുമ്പ് ഒരു ഓണപരീക്ഷ ഉണ്ട്, ഒരു ക്രിസ്മസ് പരീക്ഷ ഉണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഓ ദൈവത്തിന് സ്തോത്രം. ഒരു മോഡൽ എക്സാം ഉണ്ട്, അടുത്തൊരു ഫൈനൽ എക്സാം ഉണ്ട്, ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ട്. ഫൈനൽ റിസൾട്ടിൽ കർത്താവിൻ്റെ കൃപയിൽ ജീവിച്ച പൈതലിന് ഒരു അന്തിമ വിജയമുണ്ട്. ഇന്നത്രക്ക് മനസ്സിലായി? ഈ അന്തിമ വിജയത്തിൽ യുദ്ധം യഹോവ ചെയ്യും. പരാജയം പിശാചിനുള്ളത്, പരാജയം പിശാചിനുള്ളത്, ജയം ദൈവ ജനത്തിന്. ഓഹോ, ആമേൻ, 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 ആമേൻ. ഓണ പരീക്ഷയ്ക്ക് നീ അല്പം മോശമായിരിക്കാം. ഓ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അല്പം തകർന്നായിരിക്കാം. അടുത്ത മോഡൽ പരീക്ഷയ്ക്ക് നീ പറയുന്നതായിരിക്കും പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. എന്നാൽ ഒരു ഫൈനൽ പരീക്ഷയിൽ വലിയൊരു ഈശാന മൂലൻ കാറ്റായിരിക്കാം. പേടിക്കണ്ട. ഓ ശൗലിനോടൊരു വാക്ക് ദൈവം പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, മോനെ പ്രാണന് ആർക്ക് ഹാനി വരത്തില്ല. ഈശാന മൂലലിൽ പടക് ചിലപ്പോൾ പൊളിയും, പക്ഷേ പടകിനകത്തിരിക്കുന്ന ഒറ്റ പ്രാണനും നശിക്കത്തില്ല. ഓഹോ, ഓഹോ, ചിലതല്ല ചില കാറ്റുണ്ട്, ചില പ്രതിസന്ധി കൊണ്ട് പേടിക്കല്ലേ, പ്രതിസന്ധി കൊണ്ട് പേടിക്കല്ലേ, പ്രശ്നം കൊണ്ട് പേടിക്കല്ലേ, തീച്ചുവള കൊണ്ട് പേടിക്കല്ലേ. ഇതിന്റെ അപ്പുറത്ത് വലിയൊരു വിടുതലുണ്ട്. പറഞ്ഞേ ഒരു വിടുതലുണ്ട്, പറഞ്ഞേ ഒരു വിടുതലുണ്ട്, പറഞ്ഞേ ഒരു വിടുതലുണ്ട്. ഈ കാറ്റ് ഈ പ്രശ്നം നമുക്കറിയാം. സ്തോത്രം. 4 കാറ്റടിച്ചു. ഇവിടെ സ്തോത്രം 27-ാം അധ്യായത്തിനകത്ത്, ഏത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിനകത്ത് 4 കാറ്റടിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ഏത് പരീക്ഷ? ക്രിസ്മസ് പരീക്ഷ. രണ്ടാമത്തേത് പരീക്ഷ, ഓണപരീക്ഷ. രണ്ടാമത്തേത് പരീക്ഷ ക്രിസ്മസ് പരീക്ഷ. മൂന്നാമത്തേത് പരീക്ഷ മോഡൽ പരീക്ഷ. നാലാമത്തേത് പരീക്ഷ ഫൈനൽ പരീക്ഷ. 4ാമത്തെ കാറ്റ് ഈശാന മൂലൻ കൊടുക്കാറ്റ്. ഈശാന മൂലം എന്ന് പറഞ്ഞാൽ എല്ലാം തീർത്തോണ്ടേ പോകുള്ളൂ ഞാൻ വന്നത്. പക്ഷേ ഈശാന മൂലൻ കൊടുക്കാറ്റിന് നടുവിൽ സ്വസ്ഥം ഇറങ്ങി എന്ന് പറഞ്ഞു. ഭയപ്പെടണ്ട, ഞാൻ കൂടെ ഉണ്ട്. അങ്ങനെ ഈശാന മൂലം കാറ്റിൻ്റെ നടുവിൽ ആരിറങ്ങി എന്ന് പറഞ്ഞു. അതുവരെ പറഞ്ഞതുപോലെ അല്ല അപ്പം വന്നത് എന്ന് പറഞ്ഞാൽ
എന്താ അതിൻ്റെ അർത്ഥം എന്താ? ഈശാനമൂലം കൊടുങ്കാറ്റടിച്ചപ്പോൾ അതുവരെ ഇറങ്ങാത്ത, അതുവരെ കേൾക്കാത്ത ശബ്ദം പൗലോസ് കേട്ടെ. എന്താ പറഞ്ഞേ? കാര്യം പറഞ്ഞേ. തകർന്ന് തരിപ്പണമായി, ആശ നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇനി എന്താകുമെന്ന് അറിഞ്ഞൂടാ. എങ്ങനെ എന്താകുമെന്ന് അറിഞ്ഞൂടാ. അയ്യോ, എന്തും സംഭവിക്കാം. അങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ പൗലോസിൻ്റെ അടുത്ത് എൻ്റെ ദൈവം അങ്ങ് ഇറങ്ങി. ദൂതനിറങ്ങി പറഞ്ഞ്, ഭയപ്പെടണ്ട, ആർക്കും ഒരു ദോഷവും ആരുടെ പ്രാണനും ഒരപായവും വരത്തില്ല. പക്ഷെ പടകന്തെയും പൊളിയും. വിത്ത് നമ്മളെ കയ്യിൽ നിന്ന് കൊള്ളാൻ കാണാൻ, വിത്ത് കൊള്ളാം അല്ലേ? യോഹന്ന സുവിശേഷം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 12:24 പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും, നിലത്ത് വീണ് ചത്താലോ അത് വളരെ അതാണ് വാക്യം. വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. നോക്കിയേ, നമ്മുടെ കയ്യിലൊരു വിത്തുണ്ട്. വിത്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ കൊള്ളാം, അല്ലെങ്കിൽ പൊതിഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ ടിന്നിലിട്ട് വയ്ക്കാം. പക്ഷേ ഈ വിത്തിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. പക്ഷെ ജീവൻ വെളി വരണമെങ്കിൽ വിത്ത് എവിടെ ഇടണം? പറ. ഇരുട്ടത്ത്, മണ്ണിൻ്റെ അടിയിൽ. സ്വത്രം. ഹല്ലേലൂയ. എവിടെ? ഇരുട്ടത്ത്, മണ്ണിൻ്റെ അടിയിൽ, ശോധനയ്ക്കകത്ത്, വേദനയ്ക്കകത്ത്, ഒരു തീച്ചുളയ്ക്കകത്ത്, ഒരു കഷ്ടതയുടെ അകത്ത് അത് അടിയിൽ കിടക്കുമ്പോൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ വിത്തിൻ്റെ തോടങ്ങ് പൊട്ടും. അപ്പോൾ വിത്തിന് നന്നായിട്ട് വേദന എടുക്കും. പക്ഷേ വിത്തേ, ഈ വേദന തീരാനല്ല, ഒരു പുതിയ തുടക്കത്തിന്. കരമടയുണ്ടല്ലോ, ഇത് അവസാനമല്ലെന്ന്. അതെ. ഈ വേദന, ഈ ഭാരം, ഈ ദുഃഖം, ഈ ഒറ്റപ്പെടൽ, ഈ നിരാശ, ഈ ഞരക്കം, ഈ കണ്ണുനീര്, എന്റെ അപ്പ എനിക്കിങ്ങനെ. ഹല്ലേലൂയ. എല്ലാ ആദിയും ദൈവത്തിന് കൊടുത്തേ. എല്ലാ ആദി, ഹൃദയത്തിൻ്റെ ആദി എല്ലാം ദൈവത്തിന് കൊടുത്തേ. എനിക്കറിയാം ഈ ആദി എന്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അതുകൊണ്ടാണ് എല്ലാ ആദിയും കൊടുത്തേ. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. എല്ലാം കൊടുത്തേ. പറഞ്ഞേ. കുറ്റി വെട്ടിയാലും അതിൻ്റെ അകത്ത് നിന്ന് ഒരു നാമ്പ് പൊടിച്ചു വരും. പറ. വെട്ടിയിട്ട കുറ്റിക്കകത്ത് നിന്നും ഗന്ധം തട്ടുമ്പോൾ അത് കിളിർത്തു വരും. പറ. അത് നശിക്കത്തില്ല. എൻ്റെ ദൈവം ഞാൻ വീണാലും നിരം പരിചാകാൻ വിടത്തില്ല. എൻ്റെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. നിലനിർത്തും. ദൈവം നിലനിർത്തും. ദൈവം സഹായിക്കും. ദൈവം സഹായിക്കും. നോക്കിയേ, ഹല്ലേലൂയ. ഈ വിത്ത് മണ്ണിനടി പോകുമ്പോൾ ഒരു വേദനയുണ്ട്, ഒരു ഭാരമുണ്ട്, ഒരു ദുഃഖമുണ്ട്. വിത്ത് ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ, ഒരുപക്ഷെ നിനക്ക് ചില ദുഃഖത്തിലൂടെ കടന്നു പോയിട്ട് വരും. പക്ഷേ നീ എന്ന വിത്ത് ചാകും. നീ പുതിയൊരു പാത്രമായി കിളർത്ത് വെളി വരും. അത് ആർക്കും വെട്ടിക്കളയാൻ പറ്റാത്ത വിത്ത്. അങ്ങനെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ആ വിത്ത് മണ്ണിനടിയിട്ടാൽ ഒരു ഇരുട്ടത്തൂടെ സഞ്ചരിക്കണം. സ്തോത്രം. ഇത്തിരി വീർപ്പ് മുട്ടലുണ്ട്, ഇത്തിരി ശ്വാസം മുട്ടലുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ആർക്കും തകർക്കാൻ പറ്റാത്ത നിലയിൽ ആ വിത്തിനകത്ത് നിന്ന് വേര് അങ്ങോട്ട് താഴോട്ട് പോയിട്ട് അതിൻ്റെ മുകളിലോട്ട് ചിലതെല്ലാം കിളിർത്ത് വെളിയിൽ വന്ന് പുറത്തുകൂടെ അത് ശാഖോപശാഖകളായി പച്ച വച്ച് പുഷ്ടി വെച്ച് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. ഹല്ലേലൂയ. അപ്പോൾ ചിലപ്പോൾ ചില ശോധന വരുമ്പോൾ പേടിക്കല്ലേ. ഓണ പരീക്ഷ ഉണ്ട്, പേടിക്കല്ലേ. ക്രിസ്മസ് പരീക്ഷ ഉണ്ട്, പേടിക്കല്ലേ. മോഡൽ പരീക്ഷ ഉണ്ട്, പേടിക്കല്ലേ. ഫൈനൽ പരീക്ഷ ഉണ്ട്, പേടിക്കല്ലേ.
ഒരു റിസൾട്ട് ഉണ്ട്. ഏത് റിസൾട്ട്? ഒരു പേടിക്കുന്ന ഒരു റിസൾട്ട് അല്ല, പിന്നെയോ ഒരു അനുഗ്രഹത്തിൻ്റെ റിസൾട്ട്, ഒരു വിടുതല്ല. നിന്നെ തകർക്കുന്ന, നിന്നെ പേടിപ്പിക്കുന്ന, നിന്നെ ഭയപ്പെടുന്ന റിസൾട്ട് അല്ല. പേടിപ്പിക്കുന്ന റിസൾട്ട് അല്ലെന്ന്. 2 വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പോകും. വായിച്ചേ, ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം 7-ാം വാക്യം. ഒരു വൃക്ഷമായിരുന്നു, പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. എങ്ങനെ വെട്ടിയാലും? പറഞ്ഞേ, ചിലപ്പോൾ എനിക്ക് വെട്ടേറ്റ് കാണും, പക്ഷേ വിടില്ല ദൈവം. പറഞ്ഞ് വാ തുറന്ന് പറ. ഇതിനകത്ത് വേദനയോടെ, ആദിയോടെ, ഹൃദയ നുറുക്കത്തോടെ, പ്രത്യാശ നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ട്, അനേകരുടെ ശാപവും കേട്ട്, അനേകരുടെ നിന്ദയും കേട്ട്, അനേകർ പറഞ്ഞ വാക്ക് നിമിത്തം എനിക്ക് മുന്നോട്ടില്ലെന്നായിരിക്കാം നീ ഇരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഞായറാഴ്ച എൻ്റെ ദൈവം കൈമാറുന്ന ദൂത് നമുക്കുള്ളതാണ്. അത് ഏറ്റെടുത്തിട്ടേ പോകാവൂ. പറ, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും. ആമേൻ. ചിലടത്തെല്ലാം വെട്ടേറ്റല്ലേ മക്കളെ. സഹോദര വെട്ടേറ്റല്ലേ, സഹോദരി വെട്ടേറ്റല്ലേ, കുഞ്ഞുങ്ങളെ വെട്ടേറ്റല്ലേ. പേടിക്കണ്ട. ആർക്കും തകർക്കാൻ പറ്റാത്ത ഒന്ന് അവിടെ നിന്ന് കിളിർത്തു വരും. സ്വത്രം വായിച്ചേ. 7, 8, 9 വായിച്ചേ. 9 വാക്യം വായിച്ചേ. നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. അതിന്റെ കുറ്റി എവിടെ കെട്ടുപോയാലും കെട്ടുപോകുമ്പോ എല്ലാരും പറയും തീർന്നേ പറയും. പക്ഷേ ദൈവം പറയും, ഇല്ല, ഈ കെട്ടുപോയടത്ത് നിന്ന് മക്കളെ ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് കൊണ്ടുവരും. പേടിക്കില്ലേ. ഈ തീ നിന്റെ അവസാനമല്ല, ഈ ശോധന നിന്റെ അവസാനമല്ല. ഈ തീയാളി കത്തുമ്പോൾ നീ പേടിക്കല്ലേ. നീ ധൈര്യപ്പെട്ടുന്നില്ലേ, നീ ഉറച്ചു നില്ല. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി നിന്റെ മേൽ വീഴുന്നു. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്, ആത്മാവിന്റെ ശക്തി കൊണ്ട്, എല്ലാം ഉളവാക്കാൻ പറ്റുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ ശക്തി കൊണ്ട് എന്ത് ചെയ്യും? അത് കിളിർക്കും. എന്നിട്ട് അടുത്ത വരി, ഒരു തൈ പോലെ തളിർ വിടും. എങ്ങനെ പറഞ്ഞേ എല്ലാരും? ഒരു തളിർ പോലെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു ക്ഷീണവുമില്ലാതെ, ഒരു തൈ പോലെ തളിർ. ഒരു തൈ പോലെ ഒരു തൈ പോലെ തളിർ വീടും. വാ തുറന്ന് പറഞ്ഞേ എല്ലാരും. വാ തുറന്ന് പറ. ഒരു തളിർ പോലെ നിന്റെ വീട് ഭ്രാന്താലയമാകുമെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത്, നിന്റെ ഭവനത്തിനകത്ത് ഒന്നും രക്ഷപ്പെടില്ലെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് മന്ത്രങ്ങൾ ഫലിക്കയില്ല, പൂജകൾ ഫലിക്കയില്ല, പിശാചിന്റെ പരിപാടി ഫലിക്കയില്ല. ഇന്ന് പകൽക്കാല കാറ്റ് കണ്ട് പേടിക്കല്ലേ. സ്വത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 27-ാം അധ്യായം 4-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും വായിച്ചേ. ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. എന്തിനറിയാമോ അവിടെ പ്രശ്നം വന്നത്? എന്തിനറിയാമോ അവിടെ ഈ 4 കാറ്റ് വന്നറിയാമോ? മിലിത്തയിൽ ഒരു ശക്തി വ്യാപിക്കുന്നുണ്ട്. ഈ ശക്തിയെ അപ്പോസ്തലന്റെ കയ്യിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് കത്താനുള്ളത്. ഈ അപ്പോസ്തലൻ അക്കരെ എത്തിയാൽ അവിടെ കത്തും. അപ്പോസ്തലൻ അക്കരെ എത്താനിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 4 കാറ്റ് ശത്രു അടുപ്പിച്ചു. എത്ര കാറ്റ് അടുപ്പിച്ചു? 4 കാറ്റ്. എവിടെ എത്തല്ലേ? പൗലോസ് എവിടെ എത്തല്ലേ? അക്കരെ എത്തല്ലേ? മെലിത്തയിലെത്തിയാൽ മെലിത്ത ദ്വീപ് ക്രിസ്തുവിനെ കണ്ടുമുട്ടും. മെലിത്തയിലെത്തിയാൽ മെലിത്തയെ അടക്കി ഭരിക്കുന്ന ദുർഭൂതം കത്തും. മെലിത്തയിലെത്തിയാൽ മെലിത്ത ദ്വീപിനെ ഭരിക്കുന്ന സാത്താൻ്റെ മണ്ഡലം കത്തി എരിഞ്ഞ് അമരും. അത് അമരാതിരിക്കാൻ വേണ്ടി അതിന് വിരുദ്ധമായിട്ട് ചില ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ അടുപ്പിച്ചു. 1-ാമത്തെ കാറ്റ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലം. എങ്ങനെ കാറ്റ്? എങ്ങനെ?
ചിലർക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു പ്രതികൂലം പോലെ. എങ്ങനെ ഒരു പ്രതികൂലം, പറ്റുന്നില്ല. പ്രതീക്ഷിക്കുന്ന പോലെ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു ഭാരം, ഒരു കാറ്റ് ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ട്. കാരണം എന്നറിയാമോ, ഈ 4 സ്ഥലം കഴിഞ്ഞ് അപ്പുറത്തെത്തിയ ഒരു വിടുതലുണ്ട്. ഇത് നടക്കാതിരിക്കാൻ വേണ്ടി ചില കാറ്റുകൾ, കാറ്റ്, നിനക്കെതിരായുള്ള കാറ്റ്, നിനക്കെതിരായുള്ള കാറ്റ്. പ്രതീക്ഷിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പ്രതീക്ഷിക്കുന്ന പോലെ ആരാധിക്കാൻ കഴിയുന്നില്ല, പ്രതീക്ഷിക്കുന്ന പോലെ സ്തുതിക്കാൻ കഴിയുന്നില്ല, പ്രതീക്ഷിക്കുന്ന പോലെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല, പ്രതീക്ഷിക്കുന്ന പോലെ വചനം വായിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ തടസ്സം, ഒരു ചെറിയ തടസ്സം. രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നീ ഇപ്പൊ രാത്രി തട്ടി ഉണർത്തിയാലും വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നു. വചനം വായിക്കാൻ ഇരുന്നാലും നിന്റെ ശ്രദ്ധ വേറെ പോകുന്നു. എവിടൊക്കെയോ ഒരു തടസ്സം, ഒരു തടസ്സം. കാറ്റ്, എതിരായിട്ടൊരു കാറ്റ്. എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തായി? ആ പാസ്റ്റർ ഇങ്ങനെയല്ലേ, ആ ബ്രദർ ഇങ്ങനെയല്ലേ, ആ പള്ളിക്കാർ ഇങ്ങനെയല്ലേ, ഇനി എന്തിന് പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ ആരൊക്കെ കേൾക്കുന്നുണ്ട്? ഈ ശബ്ദം ആരൊക്കെ കേൾക്കുന്നുണ്ട്? ആരോടൊക്കെ പറയുക? ഈ ശബ്ദം നീ കേൾക്കുന്നെങ്കിൽ ചിന്തിച്ചോ, നിനക്കപ്പുറത്തൊരു വിടുതൽ നടക്കുന്നതിന് മുമ്പ് നിന്റെ അടുത്ത് നിന്ന് ചില ശബ്ദം, അപശബ്ദങ്ങൾ ശത്രുവിട്ട് നിന്റെ പ്രാർത്ഥനയെ തകർക്കാനായിട്ടാണ് ഇത് നോക്കുന്നത്. നീ ഇതിനെ യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞ് വെളിയിൽ വന്നാൽ, അതെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കാറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഉടയ്ക്കുന്നെന്ന് പറ. എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് എന്റെ യേശു പറഞ്ഞത് മാത്രം മതി. പറഞ്ഞേ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എൻ്റെ യേശു പറഞ്ഞത് മാത്രം മതി. പറഞ്ഞേ, യേശു പറഞ്ഞത് മാത്രം മതി എന്ന് പറഞ്ഞേ. മനുഷ്യൻ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്തിക്കളയും, ലോകം നെഗറ്റീവ് പറഞ്ഞ് തളർത്തിക്കളയും. മറ്റു മനുഷ്യരെ നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് കണ്ട് നമ്മൾ തളർന്നു പോകും. അവർ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിരുന്നല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതൽ നിനക്ക് വിടുതൽ ഉറപ്പാണ്. നീ പേടിക്കരുത്, ഈ കാറ്റ് കണ്ട് പേടിക്കരുത്, ഈ കാറ്റ് കണ്ട് പേടിക്കരുത്. നീ തളർന്നു പോകല്ലേ, നീ തളർന്നു പോകല്ലേ. ഈ കാറ്റ് നിന്റെ അവസാനമല്ലെന്ന്, ഈ കാറ്റ് നിന്റെ അവസാനമല്ല. ആമേൻ, 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 ആമേൻ. രണ്ടാമത്തെ കാറ്റ് 4:7 വായിച്ചേ. 27:4 വായിച്ചേ. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. 4 27:4. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി. കാറ്റ് പ്രതികൂലമാകെ. കാറ്റ് എങ്ങനെയുള്ള കാറ്റ്? പ്രതികൂലമായ കാറ്റ്. 4 വാക്യത്തിൽ. അടുത്ത 7 വാക്യത്തിൽ വായിച്ചേ. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. അടുത്ത കാറ്റ് സമ്മതിക്കായികയാൽ എന്ത് ചെയ്തില്ല? കാറ്റ് പ്രതീക്ഷിക്കും പോലെ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ജയമെടുക്കാനോ സമ്മതിച്ചില്ല. എന്ത് ചെയ്തില്ല? സമ്മതിക്കുന്നില്ല. എത്ര പേർക്ക് സമ്മതിക്കുന്നില്ല? ഇപ്പോൾ ഇന്ന് വിടുതലേറ്റെടുത്തോളണം. ദൈവം തരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ചിലപ്പോൾ ഉപദേശമായിരിക്കും, ചിലപ്പോൾ നമുക്ക് പക്ക ഉപദേശമായിരിക്കും തരുന്നത്, അന്ന് ഉപദേശം ഏറ്റെടുത്തോളണം. ചിലപ്പോൾ ചിലരുടെ വിടുതലായിരിക്കുന്നത്, അന്ന് വിടുതൽ ഏറ്റെടുത്തോളണം. ചില സമയം സൗഖ്യമായിരിക്കും തരുന്നത്, സൗഖ്യം ഏറ്റെടുത്തോളണം. എല്ലാം നമുക്കുണ്ട്. ഒറ്റ ഉറവയിൽ നിന്ന് എല്ലാ വിടുതലും ഉണ്ട്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതൊരു കാറ്റടിച്ചില്ലേ? ഏത് കാറ്റ്? പ്രതികൂലത്തിന്റെ കാറ്റ്, എതിരായിട്ടുള്ള കാറ്റ്. പണ്ടത്തെ പോലെ എനിക്ക് ഒന്നിനും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എവിടൊക്കെയോ ഒരു പ്രശ്നം. രണ്ടാമതൊരു കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്. ഏത് കാറ്റ്? കാറ്റെന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. പ്രാർത്ഥിക്കായിരുന്നു, സമ്മതിച്ചില്ല. പാടണമെന്ന് വിചാരിച്ചു, സമ്മതിച്ചില്ല. വചനം വായിക്കുമെന്ന് വിചാരിച്ചു, സമ്മതിച്ചില്ല. കരമടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കരമടിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, സമ്മതിക്കാത്ത കാറ്റേ. പറഞ്ഞേ, എന്നെ ആത്മീയമായി വളരാൻ സമ്മതിക്കാത്ത, സന്തോഷിക്കാൻ പറ്റാതെ, എൻ്റെ കണ്ണീരിലിട്ട് ഞാൻ ഒറ്റപ്പെടുന്ന തോന്നലിട്ട് എന്നെ തകർത്തൊതുക്കി, പല രീതിയിലും എനിക്ക് നൂന്നുപോലെ ഉരിക്കാൻ പറ്റാതെ എന്നെ തകർത്തൊതുക്കുന്ന ഇരുട്ടിന്റെ കാറ്റേ, പറ പറ പറ. കാറ്റേ. ആമേൻ, 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 ആമേൻ. സമ്മതിക്കാത്ത കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സമ്മതിക്കാം. അതെ, 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 അതെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
സമ്മതിക്കാത്ത കാറ്റ് യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചിട്ട് പറ, എന്നെ പ്രാർത്ഥിക്കാൻ വിടാത്ത, വചനം വായിക്കാൻ വിടാത്ത, സമ്മതിക്കാത്ത, എൻ്റെ അടുത്ത് നിന്ന് ഉറക്കമിട്ട്, ക്ഷീണമിട്ട്, മന്ദതയിട്ട്, അലസതയിട്ട്, മടിയിട്ട്, താല്പര്യക്കുറവിട്ട്, ഓഹോ ആരോഗ്യമില്ലാതെ ശരീരത്തെ തകർത്ത് ക്ഷീണിപ്പിച്ച് തകർക്കുന്ന സ്വത്രം സമ്മതിക്കാത്ത കാറ്റ് യേശുവിന്റെ നാമത്തിൽ എന്നിൽ നിന്ന് നിന്നെ ശാസിക്കുന്നു. പറഞ്ഞ പാവത്തെ ജയിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത കാറ്റ്, ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ സമ്മതിക്കാത്ത കാറ്റ്, കൃപാവരങ്ങളാൽ ജ്വലിക്കാൻ സമ്മതിക്കാത്ത കാറ്റ്, വചനം വായിച്ച് ബലപ്പെടാൻ സമ്മതിക്കാത്ത കാറ്റ്, രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത കാറ്റ് യേശുവിന്റെ നാമത്തിൽ നിന്ന് ഞാൻ ശാസിക്കുന്നെന്ന് പറഞ്ഞ് അധരങ്ങളെ ചലിപ്പിച്ച് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു. ഓ ജീസസ്. രണ്ടാമത്തെ കാറ്റ് ഏതാ? സമ്മതിക്കാത്ത കാറ്റ്. ചിലരങ്ങനെ തന്നെ, ചില ആൾക്കാരും ഉണ്ട് അങ്ങനെ സമ്മതിക്കത്തില്ല രക്ഷപ്പെടാൻ. ചില ആൾക്കാരും എന്ത് ചെയ്തില്ല രക്ഷപ്പെടാൻ, താനും രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത കാറ്റ്. എപ്പോ നോക്കിയാലും സമ്മതിക്കാതെ പിടിച്ചിടുന്ന കാറ്റ്. എങ്ങനെ മുന്നോട്ട് നോക്കിയാലും സമ്മതിക്കത്തില്ല. ഒരു പിടി അവിടെ കിടക്കും, പിടിച്ച് വലിച്ചു കളി താഴെ ഇടും. ദൈവത്തിന് സ്വത്രം. ഏത് കാറ്റ്? സമ്മതിക്കാത്ത കാറ്റ്. ആമേൻ, ഹല്ലേലൂയ. ഇനി സമ്മതിക്കാത്ത കാറ്റിനെ പൊട്ടിക്കുകയാണ്. അടുത്തൊരു കാറ്റുണ്ട്. 18 വാക്യം വായിച്ചേ. 14 വാക്യം വായിച്ചേ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന വിരോധമായ കാറ്റ്. ഏത് കാറ്റ്? സമ്മതിക്കാത്ത കാറ്റ്. പിന്നെ ആദ്യത്തെ കാറ്റ് എന്തോന്ന്? പ്രതികൂലമായി എതിരായിട്ടുള്ള കാറ്റ്. എതിർ കാറ്റ് നിന്നെ തകർക്കുന്നെന്ന് പ്രാർത്ഥിച്ചോളണം. പിന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത കാറ്റ് നമ്മളെ തകർത്തിക്കളയും, ആഹാരം പോലും കഴിക്കാൻ പറ്റാതാക്കി കളയും. സമ്മതിക്കാത്ത കാറ്റ്. മൂന്നാമത്തെ കാറ്റ് ഏതെന്ന് പറഞ്ഞിപ്പോൾ വായിച്ചേ? വിരോധമായി. നമുക്ക് വിരോധമായുള്ള യാതൊരായുധവും പരിക്കയില്ല. ശത്രു പലതൊക്കെ അവൻ ഉണ്ടാക്കും, അവിടെ ഇരുന്ന് ഉണ്ടാക്കേ ഉള്ളൂ. പക്ഷെ ദൈവമക്കൾക്കെതിരെ ഫലിക്കത്തില്ല. അവിടെ ഇരുന്ന് ഉണ്ടാക്കും, ആയുധ പുരക്കകത്തിരുന്ന് ഉണ്ടാക്കും. പക്ഷെ നിന്റെ ആയുധം എന്ത് ചെയ്യത്തില്ല? പറ. ഫലിക്കയില്ല. പറഞ്ഞേ ആയുധം ഫലിക്കത്തില്ല. പറ, ഞാൻ യേശുവിന്റെ പിള്ള. പറഞ്ഞേ ഞാൻ യേശുവിന്റെ പിള്ള. ഓ ദുഷ്ട, നിന്റെ ആയുധം പറഞ്ഞേ നിന്റെ ആയുധം. ഓഹോ, നിന്റെ ആയുധം എനിക്ക് ഫലിക്കയില്ല. നിന്റെ ആയുധം, നിന്റെ പദ്ധതി നീ അവിടെ പണിയും, പക്ഷേ പണിത് അവിടെ തന്നെ വെച്ചോണ്ടിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിനകത്ത് നീ ഉണ്ടാക്കുന്ന ഒരായുധം എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഫലിക്കാനോ ആ തന്ത്രം ജയിക്കാനോ പോകുന്നില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം അറിയാതെ മാത്രം പറഞ്ഞേ, ദൈവം അറിയാതെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒന്നുമില്ല. മാത്രം എല്ലാവരും പറഞ്ഞേ, ദൈവം അറിയാതെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒന്നുമില്ല. പറഞ്ഞേ, ദൈവം അറിയാതെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒന്നുമില്ല. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഒരു പേടിയും വേണ്ട, ഒരു ഭാരവും വേണ്ട. ദൈവത്തിന് സ്തോത്രം. നീ പേടിക്കണ്ട. സ്തോത്രം. ഒരു ദുഷ്ടനും തൊടുവാൻ കഴിയത്തില്ല. 17 വാക്യം വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 54-ാമത്തെയും 17 വാക്യം വായിച്ചേ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു വിരോധമായിട്ട് ആയുധം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ വിരോധമായിട്ട് എന്തൊന്നും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ആയുധം അവൻ്റെ കയ്യിലിരിക്കും. അവൻ ഊരിയാതെ പൊട്ടും. ആമേൻ. ദൈവത്തിന് അടുത്ത വാക്യം വായിച്ചേ. യാതൊരു ആയുധവും ഫലിക്കയില്ല. അടുത്ത ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആര് കുറ്റം വിധിക്കും? നമ്മൾ കർത്താവിൻ്റെ പിള്ളയാണോ? എത്രയൊക്കെ മനസ്സിലായി? നമ്മൾ അപ്പച്ചൻ്റെ മക്കളാണോ? ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. നമ്മൾ ആരെ നോക്കണം? വേറെ ആര് നോക്കിയാലും നമുക്ക് വിശുദ്ധൻ ആര് മാത്രമേ ഉള്ളൂ? പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഉള്ളൂ. ആരാ? ഓ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഉള്ളൂ. ആരാ? എൻ പ്രേമകാന്തനാമേശുവേ, ആ സുന്ദരനേ, നിൻമുഖകാന്തിയൻ പ്രിയനേ, എന്താശ്ചര്യമേ. ഹല്ലേലൂയ. അങ്ങനെ ഒരാളേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒറ്റ ആളെ ഉള്ളതാരാ? 10,000ങ്ങളിലെ സുന്ദരനായി ഒറ്റ ആളെ ഉള്ളതാരാ?
പിശാച് നോക്കിയിട്ടും ലോകം നോക്കിയിട്ടും സ്വത്രം 7 പേർ 4 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒറ്റ കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളെ ഉള്ളാരാ? ഇവനിൽ പാപം ഇല്ല. ആരിൽ? ഞാൻ നോക്കേണ്ടത് യാണ് എത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കുമോ അത്രത്തോളം താഴെ കിടന്നോളണം. ആമേൻ. എത്രത്തോളം നമ്മൾ ആത്മാവിൻ്റെ പ്രാർത്ഥനയിലാകട്ടെ, ആരാധനയിലാകട്ടെ, ശുശ്രൂഷയിലാകട്ടെ, വചന ശുശ്രൂഷയിലാകട്ടെ, ദർശനം തരുമ്പോഴാകട്ടെ, വെളിപ്പാട് തരുമ്പോഴാകട്ടെ, കൃപാവരം തരുമ്പോഴാകട്ടെ, ബുദ്ധി തരുമ്പോഴാകട്ടെ, പഠനത്തിൽ നല്ല മാർക്ക് തരുമ്പോഴാകട്ടെ, നല്ല ജോലി ഇരിക്കുമ്പോഴാകട്ടെ, നല്ല നിലയിൽ ഇരിക്കുമ്പോഴാകട്ടെ, നീ എവിടെ എത്തിയാലും, നീ ഏത് പൊസിഷനിലെത്തിയാലും യേശുവിൻ്റെ മുമ്പിൽ നീ താഴെ കിടന്നോണം. ഞാനും നിങ്ങളും താഴെ കിടന്നോളണം. എത്രത്തോളം താഴെ കിടക്കോ അത്രത്തോളം ദൈവം നിങ്ങളെ ഉയരങ്ങളിൽ എത്രത്തോളം താഴ്ന്നു കിടക്കോ. ആലലിയെ വിട്ടുകൊടുത്താൽ മതി, ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഏതുമല്ല. അഹങ്കാരം പൂക്കല്ലേ, അഹങ്കാരം തളിർക്കല്ലേ, സാഹസം തളിർക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ, സാഹസം തളിർക്കാൻ വിട്ടുകൊടുക്കല്ലേ. എന്നെ ഇന്നലെ ഉച്ചയ്ക്ക് പേടിപ്പിച്ചൊരു വചനമാണ്. അഹങ്കാരം തളിർക്കുന്ന ആ വചനം എടുത്ത് തക്കണ വായിച്ചു നോക്കി. ഞാൻ ആ വചനം വന്നു ഞാൻ ഉച്ച സമയത്ത് ഈ വചനം ഞാൻ കേട്ട ഉടനെ ഞാൻ അതിൻ്റെ മുകളിൽ താഴെ എല്ലാം നോക്കി. എൻ്റെ അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഞാൻ വേർത്തു. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ താഴെ നോക്കിയപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ടൊരു വരി ഇങ്ങനെയാണ്: അഹങ്കാരവും നികളൊക്കെ തളിർത്തപ്പോൾ ലൂസിഫറിനെ അവിടെ നിന്ന് വെട്ടി അങ്ങ് താഴെ ഇട്ടു. ദൈവത്തിന് സ്വത്രം. ചിലത് തളിർത്ത് ഞാനെന്ന പാപം വരുമ്പോൾ വെട്ടേ വരൂ, വേറെ ഒന്നും ദൈവത്തിന് അവിടെ ഇല്ല. വാളേ വരൂ. അടുത്തൊരു വീഴ്ച വരും മുമ്പേ ഒരു അഹങ്കാരം വരും. ഞാനെന്തോ വലിയ സംഭവം ഒന്ന് എൻ്റെ നിങ്ങളുടെ അകത്ത് തോന്നിയാ തൊട്ടപ്പുറത്ത് നോക്കിക്കോ, ഒരു വാള് നീണ്ടിരിക്കും. അടുത്ത് ഞാൻ കേട്ട ശബ്ദം കേൾക്കണോ? ഇന്നലെ ഉച്ചയ്ക്ക് കിടന്ന സംഭവം. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ചപ്പോഴല്ലേ, ഞാൻ പാടിയപ്പോഴല്ലേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാത്തപ്പോഴും അടുത്ത് ഞാൻ കേട്ടത് വേണോ? ഹല്ലേലൂയ. സ്വത്രം ഉലാവിക്കൊണ്ട് കിടന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. സ്വത്രം കൊട്ടാരത്തിനകത്ത് ഉലാവിക്കൊണ്ട് കിടന്നു രാജാവ്. ഉലാവിക്കൊണ്ട് നിന്നു നോക്കുമ്പോൾ ഉണ്ട് സ്വത്രം താൻ ചിന്തിക്കുകയാണ്, ഞാൻ നിർമ്മിച്ച മഹതിയാം ഭാമേലല്ലയോ എന്ന് പറഞ്ഞ് സ്വത്രം ഇങ്ങനെ നടന്നുകൊണ്ട് തിരികെയാണ്. ഇങ്ങനെ നടന്നുകൊണ്ട് തിരികെയാണ്. തിരിയുമ്പോൾ ഇത് ചിന്തിച്ച മാത്രയിൽ ഒരു സെക്കൻഡ് കൊണ്ട് ആരായി മാറി? കാട്ടുമൃഗമായി മാറി. രാജാവ് ആരായി മാറി? എടുത്തോ ദാനിയേലേ. എത്ര വാക്യം ടക്കനെ? 4:28 മുതൽ 4:28 വായിച്ചേ. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട്. ഒരു സെക്കൻഡ് കൊണ്ട് അത്ഭുതം ചെയ്യാനും പറ്റും. ഒരു സെക്കൻഡ് കൊണ്ട് മൃഗമാക്കി മാറ്റാനും. ഇത്രയൊക്കെ സന്തോഷമുണ്ട് ഇത് കേട്ടപ്പോൾ. ഒരു സെക്കൻഡ് കൊണ്ട് ചരിത്രത്തെ തിരുത്തി കുറിക്കാനും പറ്റും. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മെ ഒന്നുമില്ല തകരാക്കാനും ദൈവത്തിന് പറ്റും. അതുകൊണ്ട് നിഗളിക്കരുത്. എത്രത്തോളം ദൈവം നമ്മളെ നടത്തോ അത്രത്തോളം താഴെ കിടന്നാൽ ഉമ്മെ നമ്പി വന്നേ നമ്പക്കപ്പെടല്ല, ഉമ്മയ എന്നെ കൈവിടല്ല. ഉമ്മെ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉമ്മയ എന്നെ കൈവിടല്ലേ. വെറുങ്കൈയാൽ ഞാൻ കടന്നു വന്നേ, ഇരുപരിവാരങ്ങൾ എനക്കു തന്നേൻ. വെറുങ്കൈയാൽ ഞാൻ കടന്നു വന്നേ, ഇരുപരിവാരങ്ങൾ എനക്കു തന്നേൻ. எல்லோகிம் எல் எல்லோகிம் எல் எல்லோகிம் உம்மை துதிப்பேன். எல் எல்லோகிம் எல் எல்லோகிம் எல் எல்லோகிம் உம்மை துதிப்பேன். காயப்பட்டு நின்று கண்ணீர் நின்று கலங்கின எனக்காக இறங்கி வந்தேன். காயப்பட்டு நின்று கண்ணீர் நின்று கலங்கின எனக்காக இறங்கி வந்தேன். ഉടമ്പടിക്കൈ എന്നോട് ചെയ്ത് ഒരു ഉടമ്പടി ചെയ്തിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ ഇതെല്ലാം യാക്കോബിനോട് പറഞ്ഞു, ഞാൻ ഇതെല്ലാം നിനക്ക് തരും, പക്ഷേ
തിരിച്ച് നീ വരണം, യാപക്കിൽ വരണം, എന്നെ വിട്ട് പോവരുത്, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം, ഇതിനെല്ലാം അക്കരെ ഇട്ടോളണം. പക്ഷെ നീ എൻ്റെ അടുത്തിരിക്കുമ്പോൾ നീ മാത്രം ഇരിക്കണം. അർത്ഥം, നീ എന്ന നിന്നെ കൊന്ന് എൻ്റെ മുമ്പിലിട്ടാൽ ഞാൻ നിന്നിൽ പ്രസാദിക്കും. നീ ചത്താൽ, ഞാനെന്ന പാപങ്ങൾ മരിച്ചാൽ, ഗോതമ്പ് മണി നിലത്ത് മണി ചത്തില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. ഞാനെന്ന അഹങ്കാരം മരിച്ചില്ലെങ്കിൽ, ഞാനെന്തോ വലിയൊരു സംഭവം എന്നുള്ള മരിച്ചില്ലെങ്കിൽ, വെട്ടേറ്റ് വീഴും. എന്നാൽ ഞാൻ മരിച്ചാൽ, കഴിഞ്ഞ ആഴ്ച കേട്ടു, ഞാൻ മരിച്ചാൽ സന്തോഷിക്കാം, വാഹയുണ്ട്. മരിച്ച സ്ഥാനത്ത് ആരുണ്ട്? യേശുവുണ്ട്. നമ്മൾ എവിടെ കൂടെ നടത്തുമ്പോഴും ഞാൻ എന്തോ വലിയ സംഭവമായെന്ന്, എത്ര കോടി പ്രഭുവായിട്ട് ഓരോരുത്തരെ ആക്കട്ടെ, ഞാൻ ബ്ലസ് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. സ്വത്ര അതിനേക്കാൾ അപ്പുറം ആത്മീകമായിട്ട് വളർന്നോളണം. ആമേൻ. എങ്ങനെ? ആത്മീകമായിട്ട് വളർന്നോളണം. ആത്മീകമായിട്ട് സമ്പത്തിലോ കഴിവിലോ ആരോഗ്യത്തിലോ സ്വത്രം മിടുക്കിലോ ജ്ഞാനത്തിലോ ഒന്നിലും എന്ത് ചെയ്യല്ലേ, അഹങ്കരിക്കരുത്. എൻ്റെ അപ്പന് ഒരുപാട് സെക്കൻഡൊന്നും വേണ്ട, എല്ലാത്തെയും തീർക്കാൻ ഒരു സെക്കൻഡ് മതി, എല്ലാത്തിൻ്റെ നടുവിൽ നിർത്താൻ ഒരു സെക്കൻഡ് മതി. ഹല്ലേലൂയ. ഇവിടെ രാജകൊട്ടാരത്തിനകത്ത് സെക്കൻഡുകൾ കൊണ്ട് വായിച്ചേ സിസ്റ്ററെ. എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട്, എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അടുത്ത ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ, എങ്ങനെ? വായ്ക്കകത്ത് ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, സ്വർഗത്തിൽ നിന്ന് എന്തുണ്ടായി? ബദ്രി ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ എന്തോന്നാ പറഞ്ഞ? വാച്ചിൽ എത്ര മണിയായെന്നാണോ? പിന്നെ സ്വത്രം, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. വായിച്ചേ. നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കും. രാജത്വം ഒരു സെക്കൻഡ് മതി രാജസ്ഥാനം എന്ത് ചെയ്യാൻ? നീങ്ങാൻ. നമ്മൾ എത്ര കൊമ്പത്തൊന്നും കയറില്ല, എപ്പോഴും എന്തെല്ലാം ദൈവം തരുമ്പോഴും എങ്ങനെ പറയണം? എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. യോഗ്യനല്ല യേശുവേ, നിന്ന പ്രാപിക്കാം. യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാം. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല യേശുവേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഹല്ലേലൂയ. നമുക്ക് എത്ര, ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കേട്ട ശബ്ദങ്ങളാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നിഗളിച്ചു. ഞാൻ എന്തോ വലിയ സംഭവമാണ്. ഞാൻ ഉച്ചയ്ക്ക് കേട്ട ശബ്ദമാണ്. 1 മണി കഴിഞ്ഞപ്പോൾ കേട്ടതാണ്. സമയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സ്വത്രം. ഒരു പ്രധാനപ്പെട്ട വിഷയം എൻ്റെ മുമ്പിൽ വന്നു. ആ വിഷയം കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം ഉച്ചയ്ക്ക് പൊട്ടി. അപ്പോൾ എന്നോട് സംസാരിച്ച വചനങ്ങളാണ് ആ വരി. അടുത്ത വാക്ക് അടുത്ത് കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, അവിടെ കണ്ടോ, അവൻ ചിന്തിച്ചതേ ഉള്ളൂ, അവൻ്റെ അകത്ത് നിഗളം വന്നുകൊണ്ടാണ് ഈ ചിന്ത വന്നത്. ഈ ചിന്ത വന്നപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് അവൻ്റെ കണ്ണ് മാറി, അവൻ്റെ പുരികം മാറി, അവൻ്റെ മൂക്ക് മാറി, അവൻ്റെ കൈ നഖമെല്ലാം നീണ്ട് മൃഗത്തിൻ്റെ നഖം പോലെയായി. ഇറച്ചിയും മീനും ചോറും നല്ല ഫുഡ് കഴിച്ച ആള് ഇപ്പം പുല്ല് തിന്നാൻ തുടങ്ങി. ഒരു സെക്കൻഡ് കൊണ്ട് വായിച്ചേ.
നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. എവിടെ ഇരിക്കേണ്ടവൻ? പറ, എവിടെ ഇരിക്കേണ്ടവൻ? രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ എന്തോന്നും ഇപ്പം എവിടെ? ഇപ്പം എവിടെ? സെക്കൻഡുകൾ കൊണ്ടുള്ള നികളത്തിൻ്റെ സ്വഭാവം അത്ര ഭയാനകമാണ്. നികളമെന്ന് പറയുന്നത് വന്നൂടാ, നമ്മൾക്കൊരിക്കലും വന്നൂടെ. എത്രത്തോളം നമ്മളെ ദൈവം അനുഗ്രഹിക്കും അത്രത്തോളം. ഏത് ശുശ്രൂഷയിലാകട്ടെ, ഈ ആത്മീകത്തിലാകട്ടെ, എന്തിനും ആവട്ടെ, എന്തെങ്കിലും വന്നാൽ ഞാൻ കുറച്ച് കാര്യം എനിക്കറിയാം, ഞാൻ എന്തോ ഒരു സംഭവം എന്ന് വല്ലതും വന്നാൽ തൊട്ടപ്പുറത്ത് വാൾ നിൽപ്പുണ്ടെന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത്. വെട്ട് തന്നെ ചെയ്യും. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ദൈവത്തിന്. അതേസമയം താഴ്മയുള്ളവനോ അവൻ കൃപ കൊടുക്കും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്കോ മനുഷ്യൻ ആദരിക്കണ്ട, കുഴപ്പമില്ല. ആരെല്ലാം താഴ്മയുണ്ടോ അവരെ ദൈവം ആദരിക്കും. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്കോ ദൈവ കൃപ കൊടുക്കും. അടുത്ത വാക്യം കൂടെ വായിച്ചു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പോകണം. വായിച്ചേ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അടുത്തവൻ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. നിനക്ക് എത്ര കാലം കഴിയും? 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവർത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്തവര് അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെ. എങ്ങനെ രോമം അങ്ങനെ വന്നു മക്കളെ? രോമം അങ്ങനെ വന്നു കഴുകന്റെ തൂവൽ പോലെ അങ്ങ് സെക്കൻഡുകൾ കൊണ്ട്. അടുത്തവര് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഇന്നെനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അടുത്തവർ ഇവിടെ വായിച്ച സിസ്റ്റർ ആ വാക്യത്തിൽ ദാനിയേലിന്റെ അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും. അവന്റെ രോമം ആരെ പോലെയായി? കഴുകന്റെ തൂവൽ പോലെ. അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. കണ്ടോ, കൊട്ടാരത്തിലിരുന്നവനിപ്പം ആ കാലം കഴിഞ്ഞ് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. എപ്പോ സ്വർഗത്തിലേക്ക് നോക്കിയോ? കണ്ണ് തുറന്നല്ലോ, തുറക്കെങ്കിലും ചെയ്തു. ഇന്ന് അനേകരുടെ കണ്ണ് തുറക്കാറുമില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളിനെ പിടിച്ചാലൊന്നും കിട്ടൂല. സ്വത്രം എല്ലായിടം താണോളണം, എല്ലായിടം താണോളണം. നമ്മളെ സംസാരത്തിൽ അറിയാം നികളമുണ്ടോന്ന്. ചിലരാണെങ്കിൽ സംസാരിക്കുമ്പോഴേ ചീത്ത വരും, കണ്ടിട്ടുണ്ടോ? അവർ പറയുന്നത് ഇതൊന്നും ചീത്തയല്ലെന്നാണ് പറയുന്നത്. ഈ റോഡെ നിങ്ങൾ കാണും, പട്ടി പോകുന്നുണ്ടല്ലേ, അത് ഒരാളിനെ നോക്കിയിട്ട് പട്ടി എന്ന് പറഞ്ഞാൽ അത് ചീത്തയാണോ? നിങ്ങൾ തന്നെ പറ. നമ്മൾ വല്ലവും കൊണ്ട് വാക്കത്തിയും കൊണ്ട് പുല്ല് പറിക്കാൻ പോകും. ഞാൻ ഇഷ്ടം പോലെ പറിച്ചിട്ടുള്ള ആളാണ്. എത്ര വർഷം അത് പുല്ലാണ്. പക്ഷെ ഒരാളിനെ നോക്കി അത് പറയുമ്പം, സംസാരത്തിൽ കൂടെ അത് വരുമ്പം അതെന്തോന്നാ? എനിക്ക് വിഷമം കൊണ്ട് പറയേ, എന്തോന്നാ അതെന്തോന്നാ? ഇതെല്ലാം നമ്മൾ അതിർത്തി വരുമ്പോൾ ചിന്തിച്ചോണം. നിനക്ക് നെഹളം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അഹങ്കാരം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പുറത്ത് വാളും വന്ന് നിൽപ്പുണ്ട്. വീഴണ്ടെങ്കിൽ നിന്റെ നാവിനെ ബലപ്പെടുത്തി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് മടങ്ങി വരണമെന്ന് ആത്മാവ് പറയുകയാണ്. നമ്മളെ സംസാരം കേൾക്കുമ്പോൾ അറിയാം പൂത്തിട്ടുണ്ടോന്ന്. നമ്മളെ ഇടപെടൽ അറിയുമ്പോൾ അറിയാം. നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ അറിയാം പൊങ്ങച്ചതിന്റെ വാക്ക് ഞാൻ എന്തോ വലിയ എന്തോ ആണെന്നുള്ള വാക്ക് തുടങ്ങുമ്പോൾ അറിയാം.
അറിയാൻ പറ്റും. അപ്പം ചിന്തിച്ചോ, എന്തോ ഞാൻ പോലും അറിയാതെ ചിലത് കിളിർത്ത് വരാൻ തുടങ്ങി. ഇത് എൻ്റെ നാശത്തിനാണ്, ഇത് ഞാനായിട്ട് ഈ നാശം വിളിച്ചു വരുത്തരുത്. അപ്പാണ് കൂപ്പിടുവേ, അമ്മാണ് കൂപ്പിടുവേ, അപ്പാണ് കൂപ്പിടത്താൻ ആസை, ഉമ്മയപ്പാണ് കൂപ്പിടണം, അമ്മാണ് കൂപ്പിടത്താൻ ആസை, ഉമ്മയമ്മാണ് കൂപ്പിടണം. കരുവിലെന്നെ കാത്തത് പാത്താ. എത്ര പ്രാവശ്യം മരിക്കേണ്ട സാഹചര്യം നമുക്ക് വന്നു, വട്ടളായി ഓടേണ്ട സാഹചര്യം വന്നു. അവിടെയൊക്കെ കാത്ത വിധം ഒന്ന് നോക്കിക്കേ. നിഗളിക്കാൻ പറ്റുമോ? നമ്മളെ കഴിവോ മുഴുക്കോ ആണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? അല്ല. എത്ര പ്രാവശ്യം തീർന്നെന്ന് നമ്മൾ വിചാരിച്ചു ഞാനും നിങ്ങളും. ഒരിക്കലും നീളം വരല്ലേ, ഒരിക്കലും വരല്ലേ. അഥവാ എവിടെയെങ്കിലും ഒരു സാഹസം, എവിടെയെങ്കിലും ഒരു നിഗളം, എവിടെയെങ്കിലും ഒരു അഹങ്കാരത്തിൻ്റെ ഒരു പൊടിപ്പ് അനക്കം വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നീ വേറൊരു റൂട്ടിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. ഇതുപോലെയായിരുന്നു ലൂസിഫർ. താണ് വീണ് മുട്ടുമടക്കി ദൈവഭാഗത്ത് നമ്മൾ വീണാൽ ഞാൻ പറയാം, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ എങ്ങനെ? എൻ്റെ അപ്പം പറഞ്ഞ വരിക, ഇത് മനുഷ്യൻ പറഞ്ഞതല്ല. അപ്പം പറഞ്ഞ മക്കളെ, എന്നെ ആര് മാനിച്ചാലും ഞാൻ അവരെ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എവിടെ കൂട്ടൊക്കെ പോകുമ്പോഴും ഞാൻ എവിടെ നിന്ന് വന്നത് എന്നും എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. ഹല്ലേലൂയ. നിഗളിക്കരുത്. നമ്മളെ ഒരുപാട് പേര് താങ്ങിയിട്ടുണ്ടല്ലേ, നമ്മൾ ഒരുപാട് പേര് കരുതിയിട്ടുണ്ടല്ലേ. നമ്മൾ സ്വന്തമായിട്ടൊന്നും നിൽക്കുന്നതല്ല. ഞാനാണെങ്കിൽ എൻ്റെ മൊബൈലിൽ ഒരുപാട് ഫോൺ നമ്പറുണ്ട്. എൻ്റെ കൂടെ എൻ്റെ വേദനകളിലെല്ലാം കൂടെ നിന്ന ഒരുപാട് പേർ സ്വന്തം
ആ നമ്പർ ഇങ്ങനെ ഇപ്പം തന്നെ എടുത്താൽ പോലും ആ നമ്പർ കാണുമ്പോൾ, ആ പേര് കാണുമ്പോൾ എൻ്റെ ചിന്തയിൽ വരുന്നത് ആദ്യം ഇപ്പോഴത്തെ വിഷയമല്ല വരുന്നത്. എൻ്റെ ചിന്തയിൽ വരുന്നത് എൻ്റെ കണ്ണീരിൻ്റെ നടുവിൽ എൻ്റെ കരം പിടിച്ച് നിന്നതാണ് എൻ്റെ ചിന്ത വരുന്നത്. നിഗളിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല, പറയാനൊന്നുമില്ല. കൃപയാണ്, 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 കൃപയാണ്. കൃപ അല്ലാതെ ഒന്നുമില്ല, കരുണയല്ലാതെ ഒന്നുമില്ല, കരുതലല്ലാതെ ഒന്നുമില്ല, നമുക്ക് പൊങ്ങച്ചം പറയാൻ ഒന്നുമില്ല. അപ്പച്ചൻ്റെ ദയയാണ്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ ഒരു സെക്കൻഡിൽ ചിന്ത മാറി വെട്ടേറ്റ് താഴെ വീണു. ലൂസിഫർ ഒരു സെക്കൻഡിൽ ചിന്ത മാറി വെട്ടേറ്റ് താഴെ വീണു. അവൻ വലിയൊരു ശത്രുവായി മാറി. സ്വത്രം. എന്നാൽ ഇവിടെ മടങ്ങി വന്നു, ആ രാജസ്ഥാനത്തൊക്കെ മടങ്ങി വന്നു. നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു നിഗളം വരുമ്പോൾ ചിന്തിച്ചോളണം, എന്തോ ഒരു സംഭവം വരാൻ പോകുന്നു, ഇത് പാടില്ല. എത്രത്തോളം നമ്മളെ ദൈവം അനുഗ്രഹിക്കുമോ, ആത്മീകത്തിലാകട്ടെ ഭൗതികത്തിലാകട്ടെ, നമ്മുടെ എല്ലാം കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊള്ളണം. എന്തിനു വേണ്ടി ഒഴുകണം? ക്രിസ്തു ആണ് ഇതെല്ലാം ചെയ്യുന്നെന്നുള്ള ബോധം. എനിക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കുന്ന ദൈവമാണ്. ഞാൻ ഏതുമല്ല, എൻ്റെ സ്വയങ്ങളെല്ലാം മരിക്കണം. ഗോതമ്പ് മണി അങ്ങനെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും, ഒരു പ്രയോജനമില്ല. മരിച്ചാലോ ആ ഗോതമ്പ് മണി മണ്ണിൽ വീണാൽ അതൊരു പക്ഷേ വേദനിക്കേണ്ടി വരും. സ്വയങ്ങൾ മരിച്ചിട്ട് ഞാനല്ല, എന്നിൽ എൻ്റെ യേശു ജീവിക്കട്ടെ. പാപമുള്ള കണ്ണ് മരിക്കട്ടെ, പാപം സംസാരിക്കുന്ന വായ് മരിക്കട്ടെ, പാപം കേൾക്കുന്ന കാത് മരിക്കട്ടെ, പാപത്തിൽ നടക്കുന്ന കാലുകൾ മരിക്കട്ടെ, പാപം ചിന്തിക്കുന്ന ചിന്താമണ്ഡലങ്ങൾ മരിക്കട്ടെ, മറ്റുള്ളവരെ കുറിച്ച് കുറവ് പറയുന്ന പാപ സ്വഭാവങ്ങൾ മരിക്കട്ടെ. ആരുടെ കുറവും പറയണ്ട, നമ്മുടെ കുറവിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് കുറവില്ലാത്ത ഒരാളെ ഉള്ളൂ, ഒരു പാവമില്ലാത്ത ഒരാളെ ഉള്ളൂ, നോക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഉള്ളൂ, എല്ലാം തുറന്നു പറയാൻ കൊള്ളാകുന്ന ഒരാളെ ഉള്ളൂ, അതെന്റെ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരെ നോക്കുമ്പോൾ അവർ നമ്മളെക്കാളും മോശമെന്ന് തോന്നും. പക്ഷെ നമ്മൾ ദൈവത്തെ നോക്കിയാൽ ഞാൻ ഒരിക്കലും കൊള്ളാമെന്ന് തോന്നൂല. എൻ്റെ അടുത്തിരിക്കുന്ന ആളിനെ ഞാൻ നോക്കിയാൽ വിചാരിക്കും അവർ കൈയടിക്കുന്നില്ല, പാടുന്നില്ല, അവരങ്ങനത്തെ ആളാണ്, ഇയാൾ ഇങ്ങനത്തെ ആളാണ്, അപ്പുറത്തെ കൂടെ അവൾ അങ്ങനത്തെ ആളാണെന്ന് എനിക്ക് തോന്നും. പക്ഷെ ഞാൻ എൻ്റെ യേശുവിനെ നോക്കുമ്പോൾ സാലിപ്പിറക്കും. കാരണം അവനിൽ പാപമില്ല, യേശുവിൽ പാപമില്ല, യേശുവിൽ പാപമില്ല. താരതമ്യം ചെയ്യാൻ പോകുന്നത് യേശുവിൻ്റെ അടുത്ത് പോകണം, മനുഷ്യൻ്റെ അടുത്ത് പോകാൻ ദൈവം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ അടുത്തിരിക്കുന്നവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് കാണാൻ, നമ്മളെ കൂടെ നടക്കുന്നവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് കാണാൻ, നമ്മളോട് സംസാരിക്കുന്നവർ ഒന്നിലായിരിക്കും അവർ തെറ്റിയത്, ഞാൻ 9 തെറ്റുണ്ടെന്ന് വിചാരിക്കാം. മുട്ടുമടക്ക. ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി എല്ലാ വിരലും എൻ്റെ മുഖത്തോട്ടാണ്. സ്വത്രം. നിഗളം നമ്മുടെ ജീവിതത്തിൽ വരല്ലേ. ഇവിടെ ഇതാ 4ാമത്തെ ടക്കന് സമയം തീരാറായി. ഞാൻ നിർത്താൻ പോകുന്നു. 4ാമത്തെ കാറ്റ്. ഒന്ന്, പ്രതികൂലമായ എതിരായിട്ട് വരുന്ന കാറ്റ്. 2ാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. 3ാമത്തെ കാറ്റ് ഏത് കാറ്റ്? ഏത് കാറ്റ്? എതിരായിട്ട് വരുന്ന കാറ്റ്. ആമേൻ. 4ാമത്തെ കാറ്റ് ഏത്? വായിച്ചേ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായ കാറ്റ്. അടുത്ത വരി. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. 3ാമത്തെ കാറ്റ് വിരോധമായിട്ടുള്ള കാറ്റ്. ഈ വിരോധമായിട്ടുള്ള കാറ്റ് പറഞ്ഞപ്പോൾ യെശയ്യാ 54 പോയി അല്ലേ? അവിടെ നിന്നാണ് ഇവിടം വരെ എനിക്കറിഞ്ഞൂടാ, ഞാനൊന്നും നോട്ട് ചെയ്തല്ല, കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നു. 54 പറഞ്ഞു, നിനക്കെതിരെ ഒരു ആയുധപ്പുരവയ്ക്കകത്തോ ആയുധം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഫലിക്കാൻ പോകുന്നില്ല. ഈ 4ാമത്തെ കാറ്റ് നോക്കിയേ. സ്വത്ര. ഓണ പരീക്ഷ വലിയ കുഴപ്പം, ക്രിസ്മസ് പരീക്ഷ വലിയ കുഴപ്പം ഇല്ല. ഇപ്പം ഇത് മോഡൽ പരീക്ഷയിലെത്തി. ഇനി അടുത്തുണ്ട് ഫൈനൽ എന്നാ പിടിച്ചാൽ കിട്ടാത്ത കലക്കത്തിൻ്റെ പരീക്ഷ. വായിച്ചേ. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട്. ഏതിനാൽ അലഞ്ഞു? കൊടുങ്കാറ്റിനാൽ അലയുകൊണ്ട്. അത്യന്തം തൊട്ട് മുമ്പൊന്നൂടെ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. 4ാമത്തെ പരീക്ഷ ഈശാനമൂലൻ. അപ്പൊ എല്ലാരും പറഞ്ഞു ചത്തു. ഇനി ഒരു രക്ഷയും ഈ വീട്ടുകാർക്കില്ല, തീർന്നു, സ്റ്റോപ്പായി, ഇനി പുറത്തു വരില്ല. പക്ഷേ 4ാമത്തെ കാറ്റിൽ എൻ്റെ അപ്പനിരുന്നില്ല, ഇറങ്ങി. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എല്ലാം മനുഷ്യനെന്തോന്ന് പറഞ്ഞേ, തീർന്നു, തകർന്നു, തരിപ്പണമായി. 23ാം വാക്യം വായിച്ചേ. 22 മുതൽ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്ത വരി.
കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയുമില്ല. കപ്പലിന് പ്രശ്നം വരും, പക്ഷേ നിങ്ങൾക്കൊരു ദോഷവും. നാലാമത്തെ പരീക്ഷ ഇതാ. പരീക്ഷയിൽ വിജയം നിനക്ക. യുദ്ധം യഹോവ ചെയ്യും, പിശാച് തോൽക്കും. പരാജയ പിശാചിന്, ജയം ദൈവത്തിൻ്റെ മക്കൾക്ക്. ജയം ദൈവത്തിൻ്റെ, പറഞ്ഞേ, ജയം ദൈവത്തിൻ്റെ മക്കൾക്ക്. ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. വായിച്ചേ സിസ്റ്ററെ. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ. ഇതുവരെ ഓണപരീക്ഷയ്ക്ക് ഇറങ്ങിയില്ല. ഓണപരീക്ഷയ്ക്ക് ദൈവം ഇറങ്ങിയോ? ഇല്ല. ക്രിസ്മസ് പരീക്ഷയ്ക്കോ ദൈവം ഇറങ്ങിയോ? ഇനി മോഡൽ പരീക്ഷയ്ക്കോ ഇറങ്ങിയോ? ഇല്ല. ദൈവത്തിനറിയാം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുമെന്ന്. പക്ഷെ നാലാമത്തെ പരീക്ഷയ്ക്ക് നമ്മൾ പോക്കാണെന്ന് നമുക്കറിയാം. അറ്റാക്ക് വരുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ ദൈവം വലുതാതിരിക്കാൻ സ്വർഗം തുറന്ന് തന്റെ ദൂതനെ, നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഇതുപോലെ ഇറങ്ങി വൈദ്യരെ? നമ്മുടെ അടുക്കൽ നമ്മൾ ഇരിക്കുന്ന വെറുതെ ആണോ? നടക്കുന്ന വെറുതെ ആണോ? ഇല്ല 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 ഇല്ല. നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ മിടുക്കൊന്നുമല്ല. നമ്മൾ എന്തോ വലിയ സംഭവമായതുകൊണ്ടല്ല, നമ്മളിൽ കുറവൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, എല്ലാം തികഞ്ഞതുകൊണ്ടുമല്ല, എല്ലാ കൃപാവരം നിറഞ്ഞൊഴുകുന്നത് കൊണ്ടുമല്ല, നമ്മളിൽ പാപം ഇല്ലാത്തത് കൊണ്ടോ തെറ്റില്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ എൻ്റെ അപ്പൻ്റെ ദയ, എൻ്റെ അപ്പൻ്റെ കരുണ, എൻ്റെ അപ്പൻ്റെ മനസ്സലിവ്, എൻ്റെ അപ്പൻ്റെ ദീർഘക്ഷമ, എൻ്റെ അപ്പൻ്റെ സൗമ്യത, എന്നെ വലിയ എന്തെന്ന് എൻ്റെ അപ്പൻ്റെ സൗമ്യത. എൻ്റെ അപ്പൻ്റെ സൗമ്യത, എൻ്റെ അപ്പൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 അവസാന ഭാഗം വായിക്കുമ്പോൾ, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. 2 ശമൂവേൽ 22:36, നിന്റെ രക്ഷയെന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ആരുടെ സൗമ്യത? എൻ്റെ സൗമ്യത അല്ല, പിന്നെ എൻ്റെ അപ്പൻ്റെ സൗമ്യത. വലിയവനായതാര്? ഞാനാണോ ദൈവമാണോ? എന്താ അതിൻ്റെ അർത്ഥം? സൗമ്യതയില്ലാത്ത എൻ്റെ അകത്ത്, വെറും ഫ്രോഡായ എൻ്റെ അകത്ത്, വെറും പാവിയായ എൻ്റെ അകത്ത്, ആതരം കൊണ്ട് ബഹുമാനിക്കുന്നെങ്കിലും ഹൃദയം കൊണ്ട് അകന്നു കിടന്ന്, പുറംപോക്കിൽ കിടന്ന്, ഏതുമല്ലാത്ത അന്യായ, പരദേശിയായ, കുടുംബാവിയായ, കയ്യിലെടുക്കാൻ കൊള്ളാത്ത എന്നെ എൻ്റെ അരിമനാഥൻ കയ്യിലെടുത്തിട്ട്, ആമേൻ, അപ്പൻ്റെ ദീർഘക്ഷമയുള്ള എൻ്റെ അപ്പൻ എന്നെ ഒതുക്കി നിർത്തി. അപ്പനിൽ നിറഞ്ഞപ്പോൾ, അപ്പൻ്റെ സൗമ്യത എന്നെ നിങ്ങളെ വലിയവനാക്കി. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നിൻ്റെയും കഴിവല്ല, എൻ്റെ അപ്പനാണെന്നുള്ളത് മറക്കരുത്. ഒരിടത്ത് എത്രത്തോളം താഴെ കിടക്കുമോ അത്രത്തോളം. ഈ ഭൂമിയിൽ യേശു ജീവിച്ചപ്പോൾ യേശു സ്വർഗം വരെ ഉയർന്നു നിന്നവൻ, സ്വർഗത്തിൽ ഉന്നതനായവൻ. ഫിലിപ്പിയർ 2 പറയുന്നു, അവൻ എന്ത് ചെയ്തു? വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച്, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. എത്ര വരെ താഴ്ത്തി? യേശു എവിടം വരെ താഴ്ത്തി? ഈ ലോകത്തിൽ ഏറ്റവും താഴ്ത്തിയതാര്? പറ. ഏറ്റവും ഈ ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ചവരിലും ഏറ്റവും താഴ്ത്തിയതാര്? യേശു തന്നെ ഏറ്റവും എന്ത് ചെയ്തു? താഴ്ത്തി. ഇപ്പം യേശു എവിടെ ഇരിക്കുന്നു? ഏറ്റവും നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയേ. പാട്ടെല്ലാവർക്കും അറിയാലോ. ഹല്ലേലൂയ. അപ്പൻ്റെ സൗമ്യതയാണ് അവിടെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൻ്റെ ദയയാണ്, അപ്പൻ്റെ കരുണയാണ്, അപ്പൻ്റെ ദീർഘക്ഷമയാണ്, ഒന്നുമല്ല സ്നേഹിതരെ. ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നു, കർത്താവിൻ്റെ സൗമ്യതയാണ്. സങ്കീർത്തനത്തിലും പറയുന്നു, 18:35 അവസാന ഭാഗം, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി.
2 ശമൂവേൽ 22:36. ഓ നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ഇവിടെ നാലാമത്തെ കാറ്റിനകത്ത് തീർന്നെന്ന് പറയുന്ന സ്ഥാനത്ത് അതിന് നിങ്ങൾ വായിച്ചു നോക്കണം വീട്ടിൽ പോയിട്ട്. ആ 4-ാമത്തെ ഈശാന മുന്നടിക്കുമ്പോൾ ഓ ഇരുട്ട് വന്നു, പ്രശ്നമായി, വെളിച്ചമില്ലാതായി, തീർന്നു, എല്ലാവരും തീർന്നു, മരണം തന്നെ മുഖാമുഖം കണ്ടു. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ ദൈവം ഇറങ്ങി ദൂതനയച്ചു, സംസാരിച്ചു. ഒരാളിനും ഒരു ദോഷവും വരികയില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എന്നെയും നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം. ഈ യോബിൻ്റെ പുസ്തകം 42 തുടങ്ങിയത്, 42 പെട്ടെന്ന് പോകുന്നു. വായിച്ചേ, 42 തുടങ്ങിയത് അവിടെയല്ലേ? തുടങ്ങിയത് അവിടെ തന്നെ. പോയേ 42 അതിൻ്റെ 8-ാം വാക്യം ടക്കനെ വായിച്ചേ. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും. ആകയാൽ നിങ്ങൾ 7 കാളയും. ഞാൻ വിചാരിച്ച വചനം പറഞ്ഞതൊന്നും വന്നില്ല. ദൈവം വന്ന് പറഞ്ഞത് വന്നു. സ്വോത്രം, മതി. വായിച്ചേ. നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച്. ആരുടെ മുഖം? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും മാറിപ്പോയപ്പോ അടുത്തുപോലും വരില്ല. കാരണം ശരീരം മൊത്തം പുഴുക്കൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഭാര്യ പറഞ്ഞു ചത്തുകളയാൻ. കൂട്ടുകാർ കൂടെ നടന്നവരെല്ലാം മാറിപ്പോയി, എല്ലാവരും കുറ്റപ്പെടുത്തി. അവസാനം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ സ്വർഗ്ഗത്തിൽ ദൈവം ഇറങ്ങി. 38 അധ്യായം കഴിഞ്ഞപ്പോൾ 38 അധ്യായം വരെ തീക്കകത്തൂടെയോ പോയി. പക്ഷെ 38-ാം അധ്യായത്തിനകത്ത് എൻ്റെ അപ്പനിരിക്കാൻ പറ്റിയില്ല. എൻ്റെ അപ്പൻ ഇറങ്ങി. സ്വതം ചുഴലിക്കാറ്റിലിറങ്ങി ഇയ്യോബിനോട് സംസാരിച്ചു. 42 വരുമ്പോൾ ഇയ്യോബ് മറുപടി പറഞ്ഞു, സംസാരിച്ചു. ഇയ്യോബിനോട് ദൈവം സംസാരിച്ചു. ദൈവം പറഞ്ഞു, മറ്റുള്ളവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു വിടുതൽ വേണോ? എൻ്റെ പിള്ളയെ പോലെ നിങ്ങൾ ഇതുവരെയും വിഹിതമായ കാര്യം സംസാരിച്ചിട്ടില്ല. എൻ്റെ ഇയ്യോബ് പറഞ്ഞതെല്ലാം വിഹിതമായത്. 42:7 മുതൽ വായിച്ചേ, അതിനകത്തുണ്ട്. വായിച്ചേ. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച്. ഞാൻ അവന്റെ മുഖം ആദരിക്കും. ഇവിടെ നിന്ന് തുടങ്ങിയ നീനത് ഞാൻ പറയാം. കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന പൈതലിനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഇവിടെ ചിലപ്പോൾ ചവിട്ടായിരിക്കും, പേടിക്കല്ലേ. അടുത്തിരിക്കുന്ന ആളിനെ കമ്പയർ ചെയ്യല്ലേ. നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് അവർ. നമുക്ക് ഓരോ നന്മകളും തരുത്തോറും സ്തുതി, സ്തോത്രവും ആരാധന വർദ്ധിക്കണം. ഇത്രത്തോളം ഉയരങ്ങളിൽ നമ്മളെ ഉയർത്തും. ഇതൊന്നും ഒരു യോഗ്യതയുള്ളവരല്ല. താണ് കിടന്നോണം. നികളികളോട് ദൈവം എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്കോ. എവിടെ കിടക്കുന്ന ഈ വാക്യം? പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിനകത്തുണ്ട്. ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ വായിച്ച സിസ്റ്റർ അടുത്ത വാക്യം കൂടെ. അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച്. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. കണ്ടോ, ഇയ്യോബ് എന്തോന്ന് സംസാരിച്ചു? ആരാ സംസാരിക്കും? ദൈവം. എന്നെക്കുറിച്ച് ദൈവം സംസാരിക്കണം. നിങ്ങളെക്കുറിച്ച് ദൈവം സംസാരിക്കണം. നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മുടെ മാറ്റത്തെക്കുറിച്ച് ദൈവം സംസാരിക്കണം. ആ ശാലിനി അങ്ങനെയല്ല, ഇന്ന ആൾ അങ്ങനെയല്ല, കഴിഞ്ഞ നാളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ആൾ മാറി. യേശു വന്ന സ്വഭാവം മാറും. ഞാൻ എപ്പോഴും പറയുന്ന വരിക, ഏറ്റവും സ്വഭാവം മാറും. നികളം വന്നാൽ ഞാനെന്തോ ആണെന്ന് സംസാരത്തിൽ മോശം വാക്ക് വരും. മോശം വാക്ക് വരുമ്പോൾ ചിന്തിച്ചോളണം, ആൾ വേറെയായി. ചിലപ്പോൾ സമ്പത്ത് വന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു അഭിഷേകം വന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും. അല്പം ഒരു പൊങ്ങച്ച വരുമ്പോൾ ചുറ്റിയിലെടുത്തുകൊണ്ട് 2 അടി അടിച്ചങ്ങ് താത്തോളണം. ഇല്ലെങ്കിൽ പോക്കാണ്. സ്വത്രം. ഹല്ലേലൂയ. ചുറ്റിയെടുത്ത് നമ്മളെന്നെ അടിച്ചാലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ പാട് വീഴും. മറക്കരുത്. യാക്കോബിൻ്റെ അടുത്ത വരി ഇവിടെ വായിച്ച സിസ്റ്റർ, അത് ആഴമായ വചനമാണ്.
എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. രണ്ട് ഭാഗത്ത് കിടക്കുന്നല്ലേ യഹോവ. ആരും ആദരിക്കാത്തവൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. എന്തുകൊണ്ട്? പ്രതികൂലമൊക്കെ വന്നിട്ടും കർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടന്നു, വിട്ടുമാറിയില്ല. പാപം ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യം വന്നു, തള്ളിപ്പറയാനുള്ള ഒരുപാട് സാഹചര്യം വന്നു, മാറിയില്ല. ഈ തീച്ചു വിളക്കകത്തും എൻ്റെ അപ്പൻ കണ്ടു ഇയ്യോബിൻ്റെ വേദനയുടെ ആഴ വളർന്നു. എല്ലാവരും നീ പാവി എന്ന് മുദ്ര കുത്തി. പക്ഷേ എൻ്റെ ദൈവം ഒരിടത്ത് പോലും നിൻ്റെ പാപം നിമിത്തമാണോ നിനക്കിത് വന്നതെന്ന് പറഞ്ഞില്ല. പക്ഷെ മറ്റുള്ള എല്ലാവരും പറഞ്ഞു നിൻ്റെ പാപമെന്ന്, നീ കാണിച്ചു കൂട്ടിയ പാപമാണ് നീ അനുഭവിക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ദൈവം മാത്രം പറഞ്ഞില്ല. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് മനുഷ്യൻ പറയുന്നതല്ല ദൈവം പറയുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് മനുഷ്യൻ പറയുന്നത് അപവാദമായിരിക്കാം, പക്ഷെ നമ്മെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നൊരു ദൈവം. നിനക്ക് മനസ്സിലായി? ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായം വായിക്കുമ്പോൾ 5:5 വായിക്കുമ്പോൾ അതിലെഴുതിക്കുന്നു, 2-ാം ഭാഗം വായിക്കുമ്പോൾ ദൈവം നിക്കളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം നിക്കളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് ദൈവം ആദരിക്കും, അംഗീകരിക്കും. പോകുന്ന വഴിക്കെല്ലാം നടത്തും, വരുമ്പോൾ നടത്തും. അഥവാ വീണു പോയാലും നിലംപരിചാകം വിടത്തില്ല. ഞാനെന്ന പാപം നമുക്ക് വരരുത്. എന്നോട് ഇന്നലെ വ്യക്തമായി സംസാരിച്ചു. ഉച്ചയ്ക്ക് എത്രയോ സമയം ഇതുവരെ ഉരിയാടാത്ത ഒരു കഴുത ഉരിയാടാതിരിക്കും പോലെയാണ് ഞാൻ ഇന്നലെ മുതൽ ഉരിയാടാനുള്ള താല്പര്യമില്ല. ആ ശബ്ദങ്ങൾ കേട്ട ശേഷം ഉരിയാടാനൊരു താല്പര്യമില്ല. ദൈവത്തിന് സ്വന്തം ഞാൻ പറയാം ഒരു കാര്യം, നിക്കളം വരല്ലേ, അഹങ്കാരത്തിൻ്റെ പടിക്കെടുക്കരുത്. സ്വന്തം. അപ്പോൾ നമുക്കറിയാം സംസാരം, നമ്മളെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അറിയാം, നമ്മളെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അറിയാം, നമ്മളെ കൂടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ അറിയാം, നമ്മളെ ജഡത്തിലൊരു പൊങ്ങച്ചം വരുന്ന നമുക്കറിയാം. എനിക്കിനിപ്പോൾ ആരെയും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ ഇങ്ങനെ മറ്റേ ആളാണെന്നൊക്കെ അങ്ങ് തോന്നുമ്പോൾ ഓടാൻ ചിന്തിച്ചോണം. ഇതൊന്നും പരിശുദ്ധമല്ല. അടുത്തെന്തോ ഒരു വലിയ കുഴിക്കകത്ത് വീഴാൻ സമയമായി. ആ വാളിൻ്റെ വെട്ട് വീഴും മുമ്പേ അപ്പാ വീണോളണം. ദൈവാത്മാവ് ഇടപെടുകയാണ്, വീണോളണം. അപ്പം നീ മാത്രം ദൈവം. അപ്പൻ പറയും, എൻ്റെ ഇയ്യോബിൻ്റെ മുഖം ഞാൻ ആദരിച്ചു. താഴ്മയുള്ളവനെ കടാക്ഷിക്കും. ഓരോ സെക്കൻഡും ബൈബിളിലെ വചനം എന്ത് പറയുന്നു നോക്കി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ.